പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വെൽക്കം ടു ടാഗർ ലേണിംഗ് ആപ്പ്. SSLCക്ക് ഫുൾ A+ നേടണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. അപ്പോൾ SSLCക്ക് 10 വിഷയങ്ങൾക്കും A+ നേടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു തടസ്സം ഉണ്ടാവുക മിക്കവാറും കുട്ടികൾക്കും മാത്സ് തന്നെ ആയിരിക്കും ഉണ്ടാവും, അല്ലേ? മാത്സിന് എങ്ങനെ A+ നേടാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ മാത്സിന് എങ്ങനെ A+ നേടാം എന്നുള്ള കാര്യം, അതിനു വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി പറയാനും, അതോടൊപ്പം തന്നെ അതിൻ്റെ റിവിഷൻ, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിചയപ്പെടുത്താനും കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, മാത്സിനെ സംബന്ധിച്ചിടത്തോളം A+ നേടുക എന്ന് പറയുന്നത് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്ന് പറയും. അത് മാത്സ് ടീച്ചറല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്കല്ല. പകരം മാത്സിനെ A+ നേടാൻ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. സാധാരണ നമ്മൾ വിചാരിക്കാറുണ്ട്, അതായത് എല്ലാം അറിയുന്നൊരു കുട്ടി, അതായത് മാത്സിന് എല്ലാ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിക്കാണ് മാത്സിന് A+ കിട്ടുക എന്നുള്ളത്. കാരണം SSLC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര മാർക്കാണ് നേടിയത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, പകരം ഗ്രേഡ് മാത്രം ഉണ്ടാവുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയിട്ടാണ് A+ വാങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കും അറിയാൻ കഴിയില്ല, മറ്റൊരാൾക്കും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം എങ്ങനെയാണ് A+ കിട്ടാനുള്ള സാധ്യത എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്ക് A+ലേക്ക് എത്താൻ നമുക്കറിയാം 80ലാണ് നമ്മുടെ എക്സാം ഉള്ളത്, റിട്ടേൺ എക്സാം, അല്ലേ? അതിനുശേഷം 20 ഇന്റേണൽ ഉണ്ട്, CE മാർക്ക് ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100 മാർക്കാണ് ഉണ്ടാവുക. ഈ 100ൽ 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ A+ എന്നാണ് വിളിക്കുക, അല്ലേ? അതുപോലെ 80 മുതൽ 89 വരെ മാർക്കാണെങ്കിൽ A ഗ്രേഡാണ്. അങ്ങനെ 10 മാർക്ക് വീതം അങ്ങനെ കുറച്ചാൽ നമുക്ക് ഗ്രേഡ് കണ്ടെത്താൻ കഴിയും എളുപ്പത്തിൽ. അപ്പോൾ നമുക്ക് 90 മുതൽ 100 വരെ മാർക്കിന് A+ ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന 20 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് 70 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ A+ എത്താൻ പറ്റും. നമുക്കറിയാം 70 മാർക്ക് 80ൽ നേടുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, കാരണം ഒരു 10 മാർക്കിൻ്റെ റിലാക്സേഷനേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ അവിടെ നമുക്കുള്ളൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ 80 മാർക്കിന് നടക്കുന്ന എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 110 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലേ? ഓർ ക്വസ്റ്റ്യൻസ്, അതായത് അധിക ചോദ്യങ്ങൾ. ഓരോ സെഷനിലും നമുക്ക് അധിക ചോദ്യങ്ങളുണ്ട്, അല്ലേ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ 110 മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുക. 110ഉം 70ഉം തമ്മിൽ 40 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഇല്ല, കുറച്ചൊന്ന് ട്രൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്ന ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഓരോ കുട്ടിക്കും ചിലപ്പോൾ പല ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് മാർക്ക് കൂട്ടി വെക്കുക. ഞാൻ പറയുന്നത്, ഈ ക്ലാസ് കേൾക്കുന്ന മിക്കവാറും കുട്ടികൾക്കും നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ കണ്ടുപരിചയമുണ്ട്, പിന്നെ ഇത് ചെയ്താൽ ശ്രമിച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നല്ലാത്ത ക്വസ്റ്റ്യനുകളെ മാറ്റി നിർത്തി അത് മാത്രം ഒന്ന് കൗണ്ട് ചെയ്താൽ മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് 40 ക്രോസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരെ നിങ്ങൾക്കറിയില്ല എങ്കിലും, നിങ്ങൾക്ക് അറിയാത്തതാണ് എങ്കിലും, നിങ്ങൾക്കറിയുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് 70 ഒപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ A+ കിട്ടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 40 മാർക്കിന് നമുക്ക് അറിയാത്തത് ഒഴിവാക്കാമെന്നാണ്. പിന്നെ അതിന് ചെറിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സെഷനിൽ ആവരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്കറിയാത്തത് ഒരിക്കലും ഒരു സെഷനിൽ ഇത്ര കുറേ അറിയില്ല എന്ന രൂപത്തിൽ ഉണ്ടാവില്ല. നമുക്കറിയാത്തത് പലപ്പോഴും പല സെഷനുകളിലാണ് ഉണ്ടാവുക, അല്ലേ? 2 മാർക്കിൻ്റെ ചില 1-2 ക്വസ്റ്റ്യൻ അറിയാത്തുണ്ടാവും, 3 മാർക്കിൻ്റെ അതേപോലെ അറിയാത്തുണ്ടാവും, അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ വന്നുമ്പോഴും ഒരു 40 മാർക്ക് പരമാവധി നമുക്ക് അറിയാത്തത് കുടുങ്ങിയാലും നമുക്ക് A+ കിട്ടും. മാത്സിന് ഏറ്റവും ടോപ്പ് മാർക്കാണ് A+, അതിനേക്കാൾ വലിയൊരു മാർക്കില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാം അറിയണം നിർബന്ധമുള്ള കാര്യമില്ല. നിങ്ങൾക്കറിയുന്നത് വൃത്തിക്കറിയണം. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ പഠിച്ചെടുക്കുകയാണെങ്കിൽ SSLCക്ക് മാത്സിന് A+ നിങ്ങൾക്ക് ഉറപ്പാണ്. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനുമായിട്ട് ഞാൻ വരുന്നുള്ളത്.
സോ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത്, നമുക്ക് അധികം സമയം കളയാനില്ല, ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ കൃത്യമായിട്ട് പറയും. സോ അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നോട്ടും പെന്നുമായിട്ട് നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത ആൻസറുമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ എക്സ്ട്രാ ഐഡിയാസ് പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആവശ്യമുള്ള പോയിന്റുകൾ എടുത്ത് എഴുതുകയും ചെയ്യാം. നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ SSLC എക്സാമിന് അറൗണ്ട് 14 മുതൽ 15 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, 15 മാർക്ക്, 14-15 മാർക്ക് റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ അതേപോലെ തന്നെ ഒറ്റയടിക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് പൊതുവിൽ ഈ ചാപ്റ്ററിന് കുറവാണ്, അല്ലെങ്കിൽ എക്സാമിന് അങ്ങനെ ചോദിക്കുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൽ പഠിക്കുന്ന മിക്കവാറും എല്ലാ കോൺസെപ്റ്റും ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ചാപ്റ്ററിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 1 മാർക്കിനൊക്കെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ പോയിന്റും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും കൂടി നോക്കണം. ഞാനിത് 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ ചെയ്യാൻ വിചാരിക്കുന്നുള്ളത്. സോ ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ സമയം കളയാതെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരേ നമ്പർ വെച്ച് കൂടുകയോ ഒരേ നമ്പർ വെച്ച് കുറയുകയോ ചെയ്യുന്ന സീക്വൻസിനെ, ശ്രേണിയെ ആണ് നമ്മൾ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഒരേ നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരേ നമ്പർ വെച്ച് ഡിക്രീസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ആ എത്രയാണോ കൂടുന്നത് അല്ലെങ്കിൽ എത്രയാണോ കുറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. അതിനാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് നമ്മൾ പറയാം. ഉദാഹരണത്തിന് ഒരു ചോദ്യം, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി ഫോളോയിങ് എസ്. താഴെ പറയുന്ന ശ്രേണികളുടെ പൊതുവ്യത്യാസം എന്ത് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, കഴിഞ്ഞ 2022 എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഓക്കെ, ഈ ചോദ്യമല്ല, ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒരേ നമ്പർ വെച്ച് കൂടുകയാണോ നോക്ക്. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 6, 11, 16, അല്ലേ? അതായത് 5 വെച്ച് ഇങ്ങനെ കൂടല്ലേ ചെയ്യുന്നത്, അല്ലേ? 6നോട് 5 കൂടി 11ആയി, 11നോട് 5 കൂടി 16ആയി. അപ്പോൾ 5 വെച്ച് തന്നെ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണി ആണെന്ന് പറയാം. ആൻഡ് സമാന്തര ശ്രേണി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണോ കൂടുന്നത് അതാണ്, അതായത് 5 ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ബി ക്വസ്റ്റ്യൻ നോക്ക്. എന്താ സംഭവിക്കുന്നത്? 4 വെച്ച് കുറയുന്നുണ്ട്, അല്ലേ? 6 വെച്ച് കുറയുന്നുണ്ടല്ലോ, അല്ലേ? 28ൽ നിന്ന് 22ആയി, 6 കുറഞ്ഞു. 22ൽ നിന്ന് 16ആയി, വീണ്ടും 6 കുറഞ്ഞു. അപ്പോൾ ഒരേ നമ്പർ വെച്ച് കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും എന്തുതന്നെയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്, അല്ലേ? ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 6 വെച്ച് കുറയുന്നതിനോട് നമ്മൾ പൊതുവ്യത്യാസം പറയുമ്പോൾ, കോമൺ ഡിഫറൻസ് പറയുമ്പോൾ -6 എന്നാണ് പറയാം, അല്ലേ? കൂടുന്ന സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം പോസിറ്റീവ് ആയിരിക്കും, കുറയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് കണ്ടെത്താൻ വേറെയും വഴികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുക. ഉദാഹരണത്തിന് ഒന്നാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 11 - 6 സമം എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അങ്ങനെ ചെയ്യണം നിർബന്ധമല്ല, നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരേ സംഖ്യ വെച്ച് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഒരേ സംഖ്യ വെച്ച് കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കാനുള്ള വഴി മറ്റൊന്നുള്ളത്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കുക. അപ്പോൾ എത്രയാണ് കൂടിയെന്ന് കിട്ടും. അതുപോലെ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കൂടിയെന്ന് കിട്ടും. ഇത് രണ്ടും തുല്യമാണെങ്കിൽ അത് സമാന്തര ശ്രേണിയാണ് എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്യും. ഇത് നമുക്ക് ആവശ്യമല്ല, ഞാൻ ആദ്യം പറഞ്ഞ രീതി നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ചിട്ടുള്ളത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഒരാൾ പിന്നെ 2022 ചോദിച്ചൊരു ചോദ്യം ഇവിടെ ഞങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2022 ചോദിച്ച ചോദ്യം 3, 7, 11, എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? 2022 ചോദ്യമാണ്. ഓക്കെ, എന്താ പൊതുവ്യത്യാസം? 3ൽ നിന്ന് 4 കൂടിയിട്ടാണ് 7, 7ൽ നിന്ന് 4 കൂടിയാണ് 11. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, അല്ലേ? എന്ത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് അടുത്ത നോക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുക എന്നുള്ള കാര്യം. ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് the 6th term of an AS is 23 and its common difference is 3.
ആറാം പദം 23 പൊതുവ്യത്യാസം 3 എങ്കിൽ 18th ടേം എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഫസ്റ്റ് ടേം എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. ഒരു ടേം എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 10, 14, 18, 22, എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുക്കാമെന്നിരിക്കാം. ഇവിടുന്ന് നമ്മൾ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 4 കൂട്ടിയിട്ടുണ്ട് അല്ലേ, 4 ആഡ് ചെയ്തു. 14ൽ നിന്ന് 18ലേക്ക് എത്താനോ വീണ്ടും 4 ആഡ് ചെയ്തു. ഇവിടുന്ന് ഇവിടേക്ക് എത്താനോ വീണ്ടും 4 ആഡ് ചെയ്തു അല്ലേ. ഈ 4 ഇവിടെ എന്താണ്, നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഓരോ തവണ നമ്മൾ ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് ചാടുക, ഞാൻ അങ്ങനെ പറയാം, ജമ്പ് ചെയ്യാം. ഇവിടുന്ന് ഒരു തവണ ജമ്പ് ചെയ്യുമ്പോൾ 4 കൂടി, വീണ്ടും ഒരു തവണ ജമ്പ് ചെയ്തു വീണ്ടും 4 കൂടി, വീണ്ടും ഒരു തവണ ജമ്പ് ചെയ്തു വീണ്ടും 4 കൂടി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് നമ്മൾ ഒരു തവണ, 2 തവണ, 3 തവണ ജമ്പ് ചെയ്യണം. ഒരു തവണ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 4 കൂടും. അപ്പൊ 3 തവണ ജമ്പ് ചെയ്യുമ്പോഴോ 3 × 4 12 കൂടണം അല്ലേ. ഇവിടെ 10 ആണ്, 12 കൂടിയാൽ 12 കൂടിയാൽ എവിടെ എത്തും? 22. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ടേം വെച്ചിട്ടല്ലാതെ നേരിട്ട് നമുക്ക് ചാടാനും പറ്റും. ഇങ്ങനെ ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് ജമ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത്തരം ഒരു ചോദ്യത്തിന് നമ്മൾ ഡീൽ ചെയ്യുക. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം 6th ടേം 23 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം 6th ടേം 23 എന്ന് ഞാൻ എഴുതി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം അത് എത്രയാണ്? 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത് 18th ടേം ആണ്, 18ാമത്തെ പദം അല്ലേ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ 6th ടേം ഒന്ന് ചാടാം അല്ലേ. ചാട്ടം തുടങ്ങുമ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും ഒന്ന് തുടങ്ങണം അല്ലേ. ചാടുമ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും ഒന്ന് തുടങ്ങണം. എവിടെയാണ് നമ്മൾ തുടങ്ങുക? നമുക്ക് തന്നിരിക്കുന്ന ടേമിൽ നിന്ന് ജമ്പ് ചെയ്യാം. അപ്പൊ ആരാ തന്നിരിക്കുന്ന ടേം? 6th ടേം ആണ്. ശരി, 6th ടേം ഒന്ന് ജമ്പ് ചെയ്യാണ്. ആയിക്കോട്ടെ, എത്ര ടൈംസ് നമ്മൾ ജമ്പ് ചെയ്യണം? 6ൽ നിന്ന് 18ലേക്ക്. അത് കാണാൻ ഈ 18ൽ നിന്ന് 6 കുറച്ച് നോക്കിയാൽ മതി. 18 - 6 അല്ലേ, 12 എന്ന് കിട്ടും. അപ്പൊ 12 ചാട്ടം ചാടണം എന്ന് മനസ്സിലാക്കാം അല്ലേ. 18ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ 12 ചാട്ടം ചാടണം. ഒരു തവണ ജമ്പ് ചെയ്യുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് കൂടുന്നല്ലേ നമ്മൾ പറഞ്ഞു. അപ്പൊ 12 ടൈംസ് ജമ്പ് ചെയ്യുമ്പോഴോ 12 തവണ ജമ്പ് ചെയ്യുമ്പോൾ 12 തവണ കോമൺ ഡിഫറൻസ് കൂടും അല്ലേ. അപ്പൊ 6ാമത്തെ ടേമിൽ നിന്ന് 12 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 18th ടേമിലേക്ക് എത്തും. ഈ ഒരു എഴുത്ത് രീതി മനസ്സിലാക്കി വെക്കണം. പലരും ഫസ്റ്റ് ടേം എന്ന് ജമ്പ് ചെയ്യുന്നത് പറയാറുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, ഒന്നാമതും തന്നിട്ടില്ല, ആദ്യപദം തന്നിട്ടില്ല. അപ്പൊ തന്നിരിക്കുന്ന 6th ടേമിൽ നിന്ന് ജമ്പ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. 6th ടേം എത്രയാ? 23 ആണ്. പ്ലസ് 12 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 3 ബോർഡ് മാസ് പ്രകാരം അഡിഷൻ ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ ദാറ്റ് ഈസ് 23 പ്ലസ് 12 ഇൻറ്റു 3 36 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 59 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. 59 അല്ലേ, ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത ചോദ്യം ഫസ്റ്റ് ടേമാണ്. ഈ പ്രാവശ്യം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നമുക്ക് 6th ടേമിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ 18th ടേം ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് പക്ഷേ ഇത്തവണ ചാടേണ്ട ബാക്കിലേക്കാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല അല്ലേ, എയും ബി ആയിരുന്നു അല്ലേ. ഓക്കെ, ഫസ്റ്റ് ടേം തന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്തവണ ബാക്കിലേക്ക് ചാടാം. കാരണം 6ാമത്തെ ടേമിൽ നിന്ന് ചാടുമ്പോൾ ഒരു ചാട്ടം ചാടിയാൽ 7th ടേം എത്താം, വീണ്ടും ഒരു ചാട്ടം ചാടിയാൽ 8th ടേം എത്താം. അപ്പോൾ മുമ്പിലേക്ക് പോകും തോറും അല്ലെങ്കിൽ മുമ്പിലേക്ക് ചാടും തോറും 6th കഴിഞ്ഞിട്ടുള്ള ടേമുകളാണ് കിട്ടുക. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്താ? ഫസ്റ്റ് ടേമാണ്. അപ്പൊ ബാക്കിലേക്ക് ചാടണം. എന്താ സംഭവിക്കുക? 6th ടേമിൽ നിന്ന് ബാക്കിലേക്ക് ചാടുമ്പോൾ നമ്മൾ കൂട്ടുന്നതിന് പകരം കുറക്കുക വേണ്ടത് അല്ലേ. നമ്മൾ നേരത്തെ എഴുതി തന്നെ എടുത്ത് നോക്കാം. 10, 14, 18, 22, എക്സെട്ര. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 4 കൂടുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിലോ 4 കുറയാ ചെയ്യുന്നത് അല്ലെ. 14ൽ നിന്ന് 10ലേക്ക് എത്തി. അപ്പോൾ പിന്നിലേക്ക് ചാടുമ്പോൾ കോമൺ ഡിഫറൻസ് വെച്ച് കുറയണം. എത്ര ചാട്ടം ചാടണം? 6th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് എത്തണമെങ്കിൽ 5 ചാട്ടം ചാടണം അല്ലേ. 6 - 1 5 ചാട്ടം. അപ്പോൾ 5 ചാട്ടം ചാടണം. ഒരു ചാട്ടത്തിൽ ഒരു കോമൺ ഡിഫറൻസ് കുറയും. അപ്പൊ 5 ചാട്ടം ചാടുമ്പോൾ 5 കോമൺ ഡിഫറൻസ് കുറയും. അപ്പൊ മുമ്പിലേക്ക് പോകണമെങ്കിൽ കൂട്ടുക, ബാക്കിലേക്ക് പോകണമെങ്കിൽ കുറക്കാം അല്ലേ. അപ്പോൾ 6th ടേം എത്രയാണ്? 6th ടേം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 23 ആണ്. -5 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറി? 3 അല്ലേ. 3 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 × 3. ഓക്കെ, 5 × 3
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 23 മൈനസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ചാടാം അല്ലേ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ അല്ലേ എന്നെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഒരാൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇതിന് പൊതുവിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് രണ്ട് വഴിയാണ്. നോക്കുക, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. 5, 11, 17, എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 5, 11, 17, എക്സെട്ര. ഓക്കെ, നമ്മുടെ ചോദ്യം is 99 a term? 99 ഇതിലെ ഒരു ടേം ആണോ എന്നാണ് ചോദ്യം നേരിക്കാം. ഓക്കെ, ഇത് നമ്മൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? അതായത് 99 ഇതിലെ ഒരു പദമാണോ എന്നാണ് ചോദ്യം. 99 ഒരു പദമാണോ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ വഴികളുണ്ട്. പൊതുവിൽ ഉപയോഗിക്കാറുള്ളത് രണ്ട് വഴികളാണ്. ഞാൻ പല വഴികൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഏത് വഴിയിലാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ വേറെ മെത്തേഡുകൾ ഒരുപാട് പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. 1-2 മെത്തേഡുകൾ ഞാൻ പറയുന്നുണ്ടാവും പലപ്പോഴും. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ചത് ഏതാണോ ആ മെത്തേഡ് ഫോളോ ചെയ്യുക. കാരണം പല ടീച്ചേഴ്സും പല മെത്തേഡുകൾ പറയുന്നതിനോടാണ് ഞാൻ ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് എല്ലാ മെത്തേഡുകളും പറയേണ്ടി വരാം. ഓക്കെ, സോ ഞാൻ ഓരോന്നും പറയാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കൊരു ടേം ആണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒരു റൂളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് എന്ന് പറയുന്നതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിയണം. ഓക്കെ, അതായത് എന്തായിരിക്കണം? ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേംസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന് മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 99 ഇതിലെ ഒരു ടേം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പദവ്യത്യാസം അല്ലെങ്കിൽ ടേം ഡിഫറൻസ്, ഓക്കെ, ടേം ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ പദവ്യത്യാസം എന്ന് പറയും. ഓക്കെ, ടേം ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? കോമൺ ഡിഫറൻസ് കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആരാണ് ഒരു പദം? 99. പദവ്യത്യാസം കാണാൻ 99ൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, കുറച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ 99ൽ നിന്ന് ഞാൻ 5 കുറച്ചു, അപ്പോൾ എത്ര കിട്ടുക? 94. ഇതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിയണം. ആരാ നമ്മുടെ പൊതുവ്യത്യാസം? കോമൺ ഡിഫറൻസ് 5, 11. അപ്പോൾ 6 ആണ് കോമൺ ഡിഫറൻസ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഞാൻ 94നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 6 34 എന്ന് കിട്ടി. ഓക്കെ, സോ 5 6 are 30. റിമൈൻഡർ എത്രയാണ്? ശിഷ്ടം എത്രയാണ്? 4. അപ്പോൾ കൃത്യമായി ഹരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് പോസിബിൾ എന്ന് പറയാം. ഹരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ്? therefore not a term. ഓക്കെ, നോട്ട് എ ടേം, അതായത് പദം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത് മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നത് ചില കുട്ടികൾ ആ ഒരു മെത്തേഡാണ് ആക്സെപ്റ്റ് ചെയ്യാറുള്ളത്. 5, 11, 17, എക്സെട്ര. ഇതിൽ 99 ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. അവിടെയുള്ള മറ്റൊരു റൂള്, അരിത്മെറ്റിക് സീക്വൻസിന്റെ മറ്റൊരു റൂളാണ് ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരേ റിമൈൻഡർ, ഒരേ ശിഷ്ടേ കിട്ടാൻ പറ്റുള്ളൂ. ഏത് പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതുപ്രകാരം 5നെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ, അതായത് ശിഷ്ടം, ഓക്കെ, റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത്, അതുപോലെ 11നെ ഡിവൈഡ് ചെയ്താലും 17നെ ഡിവൈഡ് ചെയ്താലും ഒക്കെ ശിഷ്ടം തുല്യമായി കിട്ടണം, റിമൈൻഡർ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റിമൈൻഡർ എത്രയും നോക്കാം. 5നെ ഡിവൈഡ് ചെയ്തു, 11നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 5നേക്കാൾ വലിയ നമ്പറാണെന്ത്? കോമൺ ഡിഫറൻസ് 6. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? 5നെ ഡിവൈഡ് ചെയ്യണ്ട, പകരം ആരെ ഡിവൈഡ് ചെയ്യാം? ഓക്കെ, 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 11നെ ഡിവൈഡ് ചെയ്തു. 11നെയോ 17നെയോ ആരാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 11നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? ഒരു 6, ബാക്കി ശിഷ്ടം 5 എന്ന് കിട്ടി. റിമൈൻഡർ 5 ആണ്. അപ്പോൾ 5. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ 17നെ ഡിവൈഡ് ചെയ്താലും 5നെ ഡിവൈഡ് ചെയ്താലും ഒക്കെ റിമൈൻഡർ 5 ആട്ടോ കിട്ടുക. നമുക്ക് സമയം അധികം ഇല്ലാത്തതിനോട് ഞാൻ അതിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, അപ്പം 99 ഇതിലെ ടേം ആവണമെങ്കിൽ എന്താ സംഭവം? അയാളെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ശിഷ്ടം 5 തന്നെ കിട്ടണം.
നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, ഞാൻ 99നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 99 ഡിവൈഡഡ് ബൈ 6 അല്ലേ, ഒരാറ് 6. ഓക്കെ, ബാക്കി 39 6 36, റിമൈൻഡർ ഇതിനെ കിട്ടി 3 അല്ലേ. അപ്പോൾ ഇവിടെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടി 3. നമ്മൾ പറഞ്ഞെന്താ, കോമൺ ഡിഫറൻസ് കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ റിമൈൻഡർ കിട്ടണം എന്നല്ലേ, അതായത് ഒരേ ശിഷ്ടം കിട്ടണം. പക്ഷേ വേറെ വേറെ ശിഷ്ടമല്ലേ കിട്ടി. അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കാം, പദമല്ല എന്ന് പറയാം. ഓക്കെ, നോട്ട് എ ടേം. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ചിലർ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കാണാറുണ്ട്. ടേമിനെ 99നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, കൃത്യമായിട്ട് ഹരിക്കാൻ കഴിയുന്നില്ല, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ടേം അല്ല എന്ന് പറയും. അങ്ങനെ നിയമമല്ല. ഓക്കെ, ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം എന്നല്ല, ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരേ റിമൈൻഡർ കിട്ടണം. പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം എന്ന നിയമമല്ല, പദത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം തുല്യമായിരിക്കണം എന്നേ നിയമമുള്ളൂ. കൃത്യമായി ഹരിക്കാൻ കഴിയണം എന്ന് പറയുന്നത് ആരെയാണ്? പദവ്യത്യാസത്തെയാണ്. പദവ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിയണം. ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. അത് റൂളാണ്, ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കെന്താണ്, രണ്ട് ടേം കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. തൊട്ടടുത്ത ടേം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ പൊതുവ്യത്യാസം കിട്ടും. എന്നാൽ കുറെ അവിടെയും ഇവിടെയൊക്കെ നിൽക്കുന്നതാണെങ്കിലോ, ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ദ 8th ടേം ഓഫ് എൻ AS ഈസ് 37. എന്താ തന്നിട്ടുള്ളത്? x8, അതായത് 8th ടേം 37 ആണ്. പിന്നെയോ, ആൻഡ് ഇറ്റ്സ് 15th ടേം ഈസ് 72. 15ാമത്തെ പദം 72 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, then find its common difference and 20th term എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത് ഒരു ടേം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അല്ലേ. 37 കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? 72 വരുന്നത്. എവിടെയോ കിടക്കുന്ന രണ്ട് ടേംസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ അതിന് പഠിച്ചിട്ടുള്ളത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നാണ്. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് മലയാളത്തിൽ പറയുമ്പോൾ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം എന്ന് പറയും. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇതാണ് പൊതുവ്യത്യാസം കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. എപ്പോ? രണ്ട് പദങ്ങൾ തന്നാൽ. ഇഫ് 2 terms are given. ക്ലിയർ? ഓക്കെ, നൗ വി ഹാവ് 2 terms, 8th term and 15th term. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ടേം ഡിഫറൻസ് കാണാം? ഇവിടെ ആരാണ് ടേം, ആരാണ് പൊസിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതായത് ഇത് രണ്ടാൾക്കാരാണ് പദം, ടേം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ പൊസിഷൻ. ഓക്കെ, 8 and 15 ആർ ദി പൊസിഷൻ. സോ ടേം ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വലുതെന്ന് ചെറുതന്നെ കുറച്ചോട്ടെ. 72 - 37 എടുത്തു. പക്ഷെ പൊസിഷൻ ഡിഫറൻസ് എടുക്കുമ്പോൾ, സ്ഥാനവ്യത്യാസം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വലുതെന്ന് ചെറുതെന്നുള്ള ഓർഡറിലായിരിക്കരുത്. നിങ്ങൾ ടേം ഏത് ക്രമത്തിലാണോ എടുത്തത്, പദം ഏത് ഓർഡറിലാണോ എടുത്തത്, അതിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് പൊസിഷനും എടുക്കേണ്ടത്. അതായത് 72 ആണ് ആദ്യം എഴുതിയത്, അപ്പോൾ അയാളുടെ പൊസിഷൻ ആദ്യം എഴുതണം. 72ന്റെ പൊസിഷൻ എത്രയാ? 15 മൈനസ് 37ന്റെ പൊസിഷൻ എത്രയാ? 8 എന്നാണ് വരിക. ഓക്കെ, സോ 72 - 37 എന്ന് പറയുമ്പോഴായിട്ട് മാറി. ദാറ്റ്സ് ബിക്കം 35 ഡിവൈഡഡ് ബൈ 15 - 8 ബിക്കം 7. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് 5 എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താ? 20th ടേമാ. അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എങ്ങനെ ഒരു ടേം കണ്ടുപിടിക്കാം? 20th ടേം കാണണമെങ്കിൽ തന്നിരിക്കുന്ന ടേം ഒന്ന് ജമ്പ് ചെയ്യണം ഇല്ലേ, ചാടണം. ഏത് ടേം കാണണമെങ്കിലും നമ്മൾ തന്നിരിക്കുന്ന ടേം ഒന്ന് ജമ്പ് ചെയ്യാം. ആരാ തന്നിരിക്കുന്ന ടേം? നമുക്ക് 8th ടേമും അറിയാം, 15th ടേമും അറിയാം. അപ്പോൾ 15th ടേം ഒന്ന് ജമ്പ് ചെയ്യാണ് നല്ലത്, കാരണം തൊട്ടടുത്താണല്ലോ. രണ്ട് സ്ഥലത്തുനിന്ന് ചാടിയാലും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുക. അപ്പോൾ തൊട്ടടുത്തുനിന്ന് ചാടാം 15th ടേം. എത്ര തവണ ചാടണം? 15ൽ നിന്ന് 20ലേക്ക് 5 തവണ ചാടണം. സോ 5D അല്ലേ. ഒരു ചാട്ടത്തിൽ ഒരു കോമൺ ഡിഫറൻസ് കൂടും, 5 ചാട്ടത്തിൽ 5 കോമൺ ഡിഫറൻസ് കൂടും. അപ്പം എന്ത് സംഭവിച്ചു? x 15 എന്ന് പറയുമ്പോൾ 15th ടേം 72 ആണ്, പ്ലസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസും 5 ആണ് അല്ലേ. സോ 72 പ്ലസ് എന്ത് സംഭവിച്ചു? 72 പ്ലസ് 25 ആയി. ദാറ്റ്സ് ബിക്കം 97 എന്ന് പറയുന്ന ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. 97. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത കാര്യം നോക്കേണ്ടത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യമാണ്. നമ്പർ ഓഫ് ടേംസ് ഓക്കെ, നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ
പൊസിഷൻ ഓഫ് എ ടേം. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഒന്നായിട്ടാണ് നമ്മൾ പറയാം. രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ പറയാം. നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് എ ടേം. എന്താ കാരണം നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് 7,11,15,19 എന്ന് പറയുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്തു എന്നിരിക്കാം. ഇതിൽ എത്ര ആളുകളുണ്ട്? നമ്പർ ഓഫ് ടേംസ് അല്ലേ? നമ്പർ ഓഫ് ടേംസ് എത്ര നമ്മൾ ഉത്തരം പറയും? 4 ആൾക്കാരുണ്ട്. ശരി, നമ്പർ ഓഫ് ടേംസ് നിങ്ങൾ പറഞ്ഞത് 4 എന്നാണ്. ഇനി അടുത്തത് 19 ഉണ്ടല്ലോ. എത്രാമത്തെ ആളാ ഇതിൽ? 1, 2, 3, 4, 4ാമത്തെ ആളാ. അപ്പൊ 19ന്റെ പൊസിഷൻ എന്താന്നല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത്, പൊസിഷനാ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ എന്താ ഉത്തരം പറയണത്? 4. അതായത് 19 വരെ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാലും, ഇൻക്ലൂഡിങ് 19 അടക്കം, 19 അടക്കം എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാലും, 19 എത്രാമത്തെ ആളാണെന്ന് ചോദിച്ചാലും ഒരേ ഉത്തരല്ലേ? അല്ലേ? അതായത് 19 വരെയുള്ള നമ്പർ ഓഫ് ടേംസ് ചോദിച്ചാലും 19ന്റെ പൊസിഷൻ ചോദിച്ചാലും നമ്മൾ ഒരേ ഉത്തരാ പറയുന്നത് അല്ലേ? ദാറ്റ് ഇസ് കോൾഡ് എൻ. നമ്മളിതിൽ എൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം, അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ്? എൻ കാണാൻ വേണ്ടിയിട്ട് xn - x1 / d+1 എന്ന് പറയുന്ന ഫോർമുല നമ്മൾ ഉപയോഗിക്കാം. xnന് വേണ്ടിയിട്ട് നമ്മൾ xn എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അവസാന പദം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ലാസ്റ്റ് ടേം, അവസാന പദം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം xn. അതല്ലെങ്കിൽ ആരുടെ പൊസിഷനാണോ കണ്ടെത്തേണ്ടത് അയാൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പറയും 166 എത്രാമത്തെ ആളാണ്? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 166. അപ്പോൾ 166ന്റെ ടേം പൊസിഷനാ കാണുന്നത്. അപ്പോൾ അയാളാണ് അവസാന പദമായിട്ട് എടുക്കേണ്ടത്. ശരി, ഈ ക്വസ്റ്റ്യൻ നോക്കാം. 12, 19, 26, etc. 166. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് എന്നാണ് ചോദ്യം. ഇതാ നമുക്കുള്ള ചോദ്യം തന്നെയാണ് അല്ലേ? നമ്പർ ഓഫ് ടേംസ് കാണാൻ അല്ലെങ്കിൽ പൊസിഷൻ കാണാൻ. ഓക്കെ, നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 166 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 12 ബൈ കോമൺ ഡിഫറൻസ് എത്രയാ? 12, 19, 26, 7 വെച്ച് കൂടുന്നുണ്ട്. സോ 7 + 1 എന്നായിട്ട് മാറി. സോ ദാറ്റ് ഈസ് 154 ഡിവൈഡ് ബൈ 7 + 1 എന്നായിട്ട് മാറി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 22 വരും. 22 + 1 അതായത് 23 പദങ്ങൾ ഇതിലുണ്ട് എന്ന് പറയാം. ദർ ആർ 23 ടേംസ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. തുക, സമ്മ് കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി ഇതിന്റെ തന്നെ വേറെ 2 വെറൈറ്റികളുണ്ട്. നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാം. നോക്കാം, 7ന്റെ ഗുണിതമായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഹൗ മെനി 3-digit numbers are there which is a multiple of 7? അപ്പോൾ നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കാം. 7, 14, 21, etc. 7 വെച്ച് ഇങ്ങനെ കൂടി പോവല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അപ്പോൾ സമാന്തര ശ്രേണിയിലുള്ള ചോദ്യമാണെന്ന് മനസ്സിലായി. അടുത്തത് എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദ്യം. എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഹൗ മെനി 3-digit numbers are there എന്നാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് അബൌട്ട് ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ് അല്ലേ? എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ചോദ്യം. അതിനെന്താ ഫോർമുല? xn - x1 / d+1. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ടേം തന്നിരുന്നു, ഫസ്റ്റ് ടേം തന്നിരുന്നു, കോമൺ ഡിഫറൻസും അറിയായിരുന്നു, പക്ഷെ അവിടെ ഒന്നും തന്നിട്ടില്ല അല്ലേ? പക്ഷെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഫോർമുല എന്താണ്? അവസാന പദം മൈനസ് ആദ്യ പദം, അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d+1 ഓർ xn - x1 / d+1. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് വരുന്ന എക്സ്ട്രാ വർക്ക് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്പർ ഓഫ് ടേംസും കണ്ടുപിടിക്കണം, എണ്ണം കണ്ടുപിടിക്കണം. ക്ലിയർ? നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, 7ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 7. ഈ ഇന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾ ആവണം, ഇന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അയാളായിരിക്കും കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. നേരത്തെ ഞാൻ എഴുതി കാണിച്ചു. 7, 11, 21, 7 വെച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടി. ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ആണെന്ന് മനസ്സിലായി. 7 വെച്ച് ഇങ്ങനെ കൂടുന്നതിനോടാണ്. അല്ലെങ്കിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം, 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞതിനോടാണ്. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇവിടെ മറ്റൊരു കണ്ടീഷനും കൂടിയുണ്ട്. 3 അക്കമായിരിക്കണം എന്ന് പറഞ്ഞാൽ 100ന്റെയും 999ന്റെയും ഇടയിലായിരിക്കണം. 100ന്റെ താഴെ വന്നാൽ 99, 2 അക്കമേ ഉള്ളൂ. 999 കഴിഞ്ഞാൽ 1000 ആണ്, 4 അക്കമുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യ ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിന് പല വഴികളുണ്ട്. നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയായ 100നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. കാരണം 7ന്റെ ഗുണിതാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 100നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എത്ര കിട്ടുക? ഒരു 7 ബാക്കി 30 ആകുമ്പോൾ 4 7s are 28. ദ റിമൈൻഡർ ഈസ് 2. 2 ബാക്കി വരുന്നത്. അപ്പോൾ നിങ്ങളൊരു പരിപാടി ചെയ്യുക, 2 ബാക്കി വരുന്നുണ്ടെന്നാണ് അർത്ഥം. 2 ബാക്കി വരുന്നുണ്ട് എങ്കിൽ ആ 2 ഇവിടുന്ന് കുറച്ച് നോക്കുക. കിട്ടിയ റിമൈൻഡർ എന്താണോ, ശിഷ്ടം എന്താണോ, അത് ഇവിടുന്ന് കുറക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 98 എന്ന് കിട്ടി. ഈ 98 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 7ന്റെ ഗുണിതമായിരിക്കും. പക്ഷെ നമുക്ക് 98 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എന്താ കാരണം? 100ന്റെയും 999ന്റെയും ഇടയിൽ വരണം. അപ്പോൾ പക്ഷേ നമുക്ക് വേറെ കാര്യം മനസ്സിലായി. 98 എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. എടാ, അങ്ങനെയാണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിളിന്റെ പ്രത്യേകത എന്താ? 7 14 കഴിഞ്ഞ അടുത്ത നമ്പർ ആരാ? ഇതിനോടൊരു 7 കൂട്ടിയാൽ മതി, 21. അടുത്ത നമ്പർ ആരാ? 21നോടൊരു 7 കൂട്ടിയാൽ മതി, 28 അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ 98 ഇതിലുണ്ടെങ്കിൽ 98നോടൊരു 7 കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടൂലേ? ദാറ്റ് ഈസ് 105. അപ്പോൾ 105 ആദ്യത്തെ പദം നമുക്ക് മനസ്സിലായി. പറഞ്ഞ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 എന്ന് പറഞ്ഞാൽ 105 കിട്ടി. ഇത് കണ്ടെത്താൻ വേറെയും ഫോർമുലകളൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതുമല്ല, അതും നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 100നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കില്ലേ? 101 ഹരിച്ചു നോക്കുക, 101 ഹരിച്ചു നോക്കുക. അതേപോലെ 102 ഹരിച്ചു നോക്കുക. ഇങ്ങനെ ഓരോ നമ്പറിനെ ഹരിച്ചു നോക്കുക. ഒരു 1-2 ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. ഞാൻ ഐഡിയ കിട്ടാത്തവരുണ്ടെങ്കിലും ഒരു 4-5 ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 105 ഉത്തരം കിട്ടും. ക്ലിയർ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ശരി, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഇനി ആര് കൂടി വേണം? xn, അതായത് ലാസ്റ്റ് ടേം, അവസാന പദം വേണം. ഓക്കെ, അത് കണ്ടെത്താൻ പോവാണ്. ലാസ്റ്റ് ടേം കണ്ടെത്താൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അവസാനത്തെ ആള് 999, 3 അക്കം, 3 ഡിജിറ്റ്. അപ്പോൾ ഞാൻ 999നും ഇതേപോലെ തന്നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി അല്ലേ? ഒരു 7 29 എന്ന് പറയുമ്പോൾ 4 7s are 28 ആൻഡ് 19 എന്ന് പറയുമ്പോൾ 2 7s are 14. ദ റിമൈൻഡർ ഈസ് 5 അല്ലേ? ബാക്കി 5 വരുന്നത് കൃത്യമായിട്ട് ഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 999ൽ നിന്ന് 5 കുറച്ച് നോക്കുക. എത്ര കിട്ടുക? 994. അപ്പോൾ കൃത്യ അല്ലേ? 999നേക്കാൾ താഴെയാണ്. ഇനി ഒരു 7 കൂട്ടിയാൽ എന്താ സംഭവിക്കുക? 7 കൂട്ടിയാൽ 1001 എത്തും. അത് 4 ഡിജിറ്റാ, 4 അക്കാണ്, പറ്റൂല. അപ്പോൾ കറക്റ്റ് 994 റെഡിയാണ്. എപ്പോഴും നിങ്ങൾ ഹരിച്ചു കഴിഞ്ഞതിന് ശേഷം ശിഷ്ടം എന്താണോ കിട്ടുന്നത് അതവിടെ കുറച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ? നോക്കാം. ഇനി നമ്മൾ നമ്പർ ഓഫ് ടേംസ് കാണാൻ പോവാണ്. നമ്മുടെ ഫോർമുല xn - x1 / d + 1 എന്ന് പറയുന്ന ഫോർമുല. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം കാണാൻ പോവാണ്. 994 - x1 ആദ്യ പദം എന്ന് പറയുമ്പോൾ 105 ബൈ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 7 + 1 എന്നായിട്ട് മാറി. ഓക്കെ, നമുക്കിത് അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 994ൽ നിന്ന് 105 കുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 889 എന്ന് കിട്ടും ബൈ 7 + 1. ഓക്കെ, സോ ഹരിക്കുന്ന സമയത്ത് 1 18ലാവുമ്പം 2 49 7 + 1 128 എന്നായിട്ട് മാറി. 128 ഉണ്ട്. ഓക്കെ, ഇത് SLC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പലതവണ 5 മാർക്കിന് ഇതിലെ തുകയും കൂടി ചേർത്തുകൊണ്ട് സമ്മ് കൂടി ചേർത്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് 5 മാർക്സിന്. 2021 ഉണ്ടായിരുന്നു. അതുപോലെ 2018 ഐ തിങ്ക് 2018 ഉണ്ടായിരുന്നു. ഇങ്ങനെ പല തവണ ചോദിച്ചിട്ടുണ്ട്. കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, ഇതിന് തന്നെ കണ്ടിന്യൂഷൻ വരുന്ന മറ്റൊന്ന്. 100നും 500നും ഇടയിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന ശ്രേണികളിൽ ആദ്യ പദം എന്ത്, അവസാന പദം എന്ത്, ഇത്തരം എത്ര പദങ്ങളുണ്ട്? കൺസിഡർ ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 500. ഓക്കെ, which leave a remainder 3 on division by 6. Find the first term, last term and the number of terms. Okay, ഇവിടെയും നമ്മുടെ ചോദ്യം എന്താ? നമ്പർ ഓഫ് ടേംസ് ആണ്. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദർ? എത്ര പദങ്ങളുണ്ട്? സോ കഴിഞ്ഞ അതേ ഫോർമുല, പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമാണ്. എന്താ? കഴിഞ്ഞതിൽ 7ന്റെ ഗുണിതമായിരിക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 ശിഷ്ടം കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാം. നമുക്കുള്ള കണ്ടീഷൻസ് ഒന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ,
ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 100 and 500 അല്ലേ? 100ന്റെയും 500ന്റെയും ഇടയിലായിരിക്കണം. ആയിക്കോട്ടെ. ഇനിയോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടണം. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടണം അല്ലേ? 3 കിട്ടണം. നമ്മുടെ നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഫോർമുല ആരാ? xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസിനെ തപ്പാം. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടാണോ നിങ്ങൾ ഹരിക്കുന്നത്, എന്തുകൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എവിടെ എത്രയാ? 6. കാരണം 6 കൊണ്ട് ഹരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡിവിഷൻ ബൈ 6 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി ട്രൈ നോക്കാം. എന്ത് ചെയ്തു? ഫസ്റ്റത്തെ 100നും 500നും ഇടയിലല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ 100 ആവാം. ഞാൻ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി അല്ലേ? ഒരു 6 40 ആവുന്ന സമയത്ത് 4 × 6 are 36. അപ്പോൾ റിമൈൻഡർ എത്രയാ? 4. ഓക്കെ, റിമൈൻഡർ 4 ആണെങ്കിൽ പല രീതിയിൽ ഇത് കണ്ടെത്താൻ കഴിയും. ഒരു ഐഡിയ നേരത്തെ പറഞ്ഞത് അതേപോലെ കണ്ടിന്യൂ ആണെങ്കിൽ 100ൽ നിന്ന് 4 കുറക്കുമ്പോൾ നമുക്ക് 96 എന്ന് കിട്ടി. പക്ഷേ ഇത് എടുക്കാൻ നിൽക്കരുത്. 96 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6ന്റെ ഗുണിതമാണ്. 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആളാണ്. പക്ഷേ നമുക്ക് ഹരിക്കാൻ കഴിയുന്ന ആളല്ല വേണ്ടി. നമുക്ക് എന്താ വേണ്ടി? 3 ശിഷ്ടം കിട്ടണം. 3 റിമൈൻഡർ. അത് ചെയ്യാൻ 6ന്റെ മൾട്ടിപ്പിൾ കിട്ടില്ലേ? അതിനോടൊരു 3 കൂട്ടിയാൽ മതി. ഓക്കെ, 6ന്റെ മൾട്ടിപ്പിൾ കണ്ട് 3 കൂട്ടിയാൽ മതി. ഞാൻ അല്ലെങ്കിൽ മറ്റൊരു പരിപാടി, ഇവിടെ റിമൈൻഡർ എത്ര കിട്ടിയ? 4 അല്ലേ? നമുക്ക് റിമൈൻഡർ 3 അല്ലേ വേണ്ടി? അപ്പോൾ അതിന് 1 കുറച്ച് നോക്കുക. അപ്പോൾ റിമൈൻഡർ 3 ആവും. അതുകൊണ്ട് ഇവിടെ 1 കുറക്കുക. അപ്പോൾ 100ൽ നിന്ന് 1 കുറച്ചാൽ 99 ആയി. ഇത് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന 99. പക്ഷേ നമ്മുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം സംഭവം ഇതൊക്കെ 100 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 3 ശിഷ്ടം കിട്ടും, 99. അല്ലെങ്കിൽ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ 100നും 500ന്റെ ഇടയിലായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതൊരു ടേമാന്ന് കിട്ടില്ലേ? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അടുത്ത ടേം കാണാൻ എന്ത് ചെയ്യുക? ഒരു 6 കൂട്ടുക. 6 കൂട്ടിയാൽ എന്ത് കിട്ടി? 105. അതെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതേമാതിരി 105 ഇവിടെയും ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്താണെന്ന് കിട്ടി? 105 ആണെന്ന് മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ കണ്ടെത്തുക. അതായത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക ഏറ്റവും ചെറിയ സംഖ്യനെ. എന്നിട്ട് എത്രയാണോ റിമൈൻഡർ കിട്ടിയത് അതങ്ങോട്ട് കുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഹരിക്കാൻ പറ്റുന്ന ആളെ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ റിമൈൻഡർ വേണ്ടത്, ശിഷ്ടം വരേണ്ടത്, അത് കൂട്ടി കൊടുക്കുക. കറക്റ്റ് കിട്ടി. ഓക്കെ, 99. പക്ഷെ അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമുക്ക് സാധനം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് എന്ത്? നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ട് അടുത്ത നമ്പർ കണ്ടെത്തുക. അപ്പോൾ 99നോട് 6 കൂട്ടി 105 അടുത്ത ടേമായി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, ഞാൻ അല്ല കൂട്ടുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള ആളെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കുക, ലോജിക്കലി കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇതേപോലെ നമ്മൾ അവസാന പദം കാണാൻ പോവുക. ലാസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനത്തെ നമ്പർ ആയ 500 ആണല്ലോ നമുക്ക് ലാസ്റ്റ് നമ്പർ. 500നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. ഓക്കെ, സോ 50ലാവുന്ന സമയത്ത് നമുക്ക് 8 6 48 ആണ്. സോ 20ലാവുന്ന സമയത്ത് 3 × 6 are 18. സോ റിമൈൻഡർ 2 ആണ്. നമുക്ക് ഇത്ര റിമൈൻഡർ വേണ്ട 3 അല്ലേ? അപ്പോൾ വേഗം റിമൈൻഡർ അങ്ങ് കുറച്ചേക്കുക. 500ൽ നിന്ന് 2 കുറച്ചു. അപ്പം 498. എന്താ 498ന്റെ പ്രത്യേകത? കൃത്യമായി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അല്ല വേണ്ടത്. പകരം എന്താ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം, ബാക്കി വരണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതിനോട് നേരത്തെ ചെയ്ത പോലെ ഒരു 3 കൂട്ടി. അപ്പോൾ 498നോട് 3 കൂട്ടുമ്പോൾ എന്തായിട്ട് മാറി? 501 എന്നായിട്ട് മാറി. സ്റ്റിൽ നമ്മുടെ പ്രശ്നം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്താ? 501 500നേക്കാൾ മുകളിലാണ്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത അതേ പരിപാടി. നമ്മുടെ സീക്വൻസിൽ എവിടെയോ ഒന്ന് 501 കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ടേം കണ്ടാൽ പോരെ? അതല്ലേ നമുക്ക് ആവശ്യമുള്ള ടേം ഉണ്ടാവുക? ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 501ൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് ആയ 6 കുറക്കുന്നു. അപ്പം 495 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ലാസ്റ്റ് ടേം 495. ഞാൻ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം വരുന്നൊരു ചോദ്യം സെലക്ട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് ലാസ്റ്റ് ടേം കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് നേരെ കൊണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താലോ അല്ലേ? പദങ്ങളുടെ എണ്ണം കിട്ടും. 495 അവസാന പദം. ആദ്യ പദം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 105 ബൈ കോമൺ ഡിഫറൻസ് 6 + 1 എന്നായിട്ട് മാറി. 495ൽ നിന്ന് 105 കുറക്കുമ്പോൾ നമുക്ക് 390 എന്ന് കിട്ടി. ബൈ 6 + 1.
ഓക്കെ, നമുക്ക് ഇതെത്ര കിട്ടും? നമുക്ക് 65 എന്ന് കിട്ടും പ്ലസ് 1 അല്ലേ. 60 360 പിന്നെ 6 30 390 65 പ്ലസ് 1 66 എന്ന് കിട്ടി. 66 പദങ്ങളുണ്ട്. ഓക്കെ, എങ്ങനെയാണത് കണ്ടെത്തുക? കുറച്ചുകൂടി പ്രയാസം വരുന്നൊരു ചോദ്യമാണ്. ക്ലിയർ? ഒരു 5 മാർക്ക് ലെവലിലൊക്കെ ചോദിക്കാവുന്ന അല്ലെങ്കിൽ 4 മാർക്ക് ലെവലിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ നേരിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടെത്തുന്ന ചോദ്യം നമ്മൾ പറഞ്ഞു. പദങ്ങളുടെ എണ്ണം കണ്ടെത്തുന്നത് ഏതോ നമ്പറിന്റെ ഡിവിസിബിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗുണനം എന്ന അർത്ഥത്തിൽ വരുന്ന രീതിയിലേക്കുള്ളത് ചെയ്തു. അതേപോലെ തന്നെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്ര ശിഷ്ടം വരണം എന്ന് പറയുന്ന ചോദ്യം ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ളത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം, അല്ലെങ്കിൽ നമ്മൾ ബീജഗണിത വാചകം എന്നൊക്കെ പേരിൽ പഠിച്ചിട്ടുള്ള കാര്യം അല്ലേ. നമുക്ക് എന്നാം പദം nth ടേം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം? ഓക്കെ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഞാൻ അതിനെ ചുരുക്കിയിട്ട് ഈ രീതിക്കാണ് ബീജഗണിത വാചകം. ഇതിനെ നമ്മൾ xn എന്നാണ് നമ്മൾ പറയാ. ബീജഗണിത വാചകത്തിന് നമ്മൾ എന്താ പറയാ? xn എന്ന് പറയും. എന്നാം പദം എന്നർത്ഥം, nth ടേം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഫോർമുല ഉണ്ട് അല്ലേ? എന്തായിരുന്നു? dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത്. നേരെ കൊണ്ടിട്ട് കൊടുക്കുക. എങ്ങനെ നമ്മൾ കൊണ്ടുകൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നിന് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും വില കൊടുക്കുക. എന്നെ അവിടെ നോട്ടെ ബാക്കിയൊക്കെ വില കൊടുക്കുക. നോക്ക്, ദ ഫസ്റ്റ് ടേം ഓഫ് എൻ AS ഈസ് 6. അപ്പോൾ എഫ് ഫസ്റ്റ് ടേം 6 ആണ്. കോമൺ ഡിഫറൻസ് 4, പൊതു വ്യത്യാസം 4. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ 4. നേരെ കൊണ്ട് ഇതിലിട്ട് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് കിട്ടും. നോക്ക് ഡിക്ക് 4 കൊടുത്തു. 4n പ്ലസ് എഫ് അത് 6 മൈനസ് ഡി 4. n അവിടെ നിർത്തുക, ബാക്കിയൊക്കെ വില കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? 4n പ്ലസ് 6 എന്ന് 4 കുറച്ചാൽ 2 എന്ന് കിട്ടി. ഇതാണ് ബീജഗണിത വാചകം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ, xn കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? ക്ലിയർ അല്ലേ? ഇനി നേരെ തിരിച്ചുള്ള ചോദ്യം, അതായത് നിങ്ങൾക്ക് xn ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സീക്വൻസ് ഫോം ചെയ്യുക? അതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഓക്കെ, അതാ നോക്ക്, ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് എൻ AS ഈസ് 5n പ്ലസ് 4. ഓക്കെ, അതായത് xn എന്ന് പറയുന്നത് എത്രയാണ്? 5n പ്ലസ് 4 ആണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ബീജഗണിത വാചകം xn ഈക്വൽ ടു 5n പ്ലസ് 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രേണി രൂപീകരിക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടേം കാണുക, കോമൺ ഡിഫറൻസ് കാണുക എന്നൊക്കെ പറയലുണ്ട്. ഇത് കണ്ടെത്താൻ പല വഴികളുണ്ട്. കോമൺലി ഉപയോഗിക്കാറുള്ളത് 2 വഴിയാണ്. ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഒരു വഴി. n-ന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. നോക്കാം നമുക്ക്. n-ന്റെ സ്ഥാനത്ത് എല്ലാ സ്ഥലത്തും 1 എന്ന് കൊടുക്കുക. n എവിടെ ഉണ്ടോ അവിടെ ഒക്കെ കൊടുക്കുക 1 എന്ന്. ഇതാ നോക്ക്, xn എന്നുള്ള എന്തായി മാറി? x1 ആയി. n താഴത്താട്ടോ x1 is equal to ഇവിടെ ഉണ്ടല്ലോ ഒരു n. അപ്പൊ 5 into n അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തായി മാറി? 5 into 1 ആയി പ്ലസ് 4. ഓക്കെ, അപ്പൊ 5 into 1 എത്രയാടാ? അത് 5 ആണ്. പ്ലസ് 4 എത്രയാണ്? 9 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എത്രയെ? 9 എന്ന് കിട്ടി. ഒന്നാമത്തെ പദം 9. ഇനി നമ്മൾ n-ന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കാം. n-ന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുമ്പോൾ xn എന്തായി മാറും? x2 ആവും. അതായത് രണ്ടാം പദം, സെക്കൻഡ് ടേം അല്ലേ? ഇവിടെ നമ്മൾ n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ 5 into 2 പ്ലസ് 4 എന്നായിട്ട് മാറൂലേ? 5 into 2 എത്രയാണ്? 10 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 14 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ്? 9 ആണ്. സെക്കൻഡ് ടേം എത്രയാണ്? 14 ആണ്. അപ്പോൾ ഒന്നാമത്തെ ടേം 9, രണ്ടാമത്തെ ടേം 14. അപ്പൊ എത്ര കൂടി? 9-ൽ നിന്ന് 5 കൂടി 14 ആയി. അപ്പൊ 14-ൽ നിന്ന് വീണ്ടും 5 കൂടും 19 ആവും, എക്സെട്രാ. ഇത് സീക്വൻസ് ആയി. മൂന്നാമത്തെ ടേം വേണമെങ്കിൽ n-ന് 3 കൊടുത്ത് കണ്ടെത്താം, പക്ഷെ അതിന്റെ ആവശ്യമല്ല. കോമൺ ഡിഫറൻസ് വെച്ച് ഇങ്ങനെ കൂട്ടിയാൽ മതി. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഓർ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ഉള്ള ഒരു സിമ്പിൾ പരിപാടിയാണത്. ഓക്കെ, നോക്കാം. xn is equal to 5n plus 4. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം നേരിട്ട് കണ്ടെത്താൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക് എന്ന് അറിയോ? ഈ n-നായിട്ട് ഒഴിവാക്കി നോക്കുക. n-നായിട്ട് ഒഴിവാക്കിയ ബാക്കി എന്താ കാണുന്നത്? 5 പ്ലസ് 4 എന്നല്ലേ? യെസ്, 5 പ്ലസ് 4 അതായിരിക്കും എന്ത്? ഫസ്റ്റ് ടേം ഉണ്ടാവുക, ഒന്നാമത്തെ പദം. ക്ലിയർ അല്ലേ? നേരത്തെ നമ്മൾ കിട്ടിയപ്പോൾ അങ്ങനെയല്ലോ ആണ്. ഇനി n-ന്റെ കൂടെ വരുന്ന നമ്പർ ആരാ? അയാളായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 5 ആയിരിക്കും. n-ന്റെ കൂടെ വരുന്ന ആള്, n-ന്റെ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയും, n-ന്റെ ഗുണകം. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് 9 ആണെന്നും കോമൺ ഡിഫറൻസ് 5 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതിയൂടെ അല്ലേ? 9 5 കൂടിയാൽ 14, വീണ്ടും 5 കൂടിയാൽ 19 എക്സെട്ര. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് xn ഇസ് ഈക്വൽ ടു വെറും ഒരു n+3 എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കാം. ഇവിടെ നിങ്ങൾ n-നെ ഒഴിവാക്കിയാൽ ബാക്കി വെറും 3 എന്ന് പറഞ്ഞു പോകും അറിയാതെ. അങ്ങനെ പറയരുത്, അവിടെ അത് പണി കിട്ടും. എന്താ കാരണം? ഇവിടെ 1n എന്നാണ് n എന്ന് പറഞ്ഞാൽ അർത്ഥം. വെറും n എന്ന് പറഞ്ഞാൽ എന്താ? ഒരു n എന്നാ. അപ്പം n ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1+3 എന്നാ വരിക, 4 എന്നാ വരേണ്ടി. അല്ലാതെ നിങ്ങൾ n പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ വെറും 3 എന്നായി പോകും. അപ്പം അത് ശ്രദ്ധിക്കണം. ഓക്കെ, ആ കാര്യം ശ്രദ്ധിച്ചാൽ ഈ മെത്തേഡ് വെച്ചാലും ഓക്കെ. ഇനി ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം വരില്ല. n-ന് 1 കൊടുത്താൽ ഒന്നാമത്തെ ടേം കിട്ടും, 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും, 3 കൊടുത്താൽ തേർഡ് ടേം കിട്ടും, 10 ആണ് കൊടുക്കണമെങ്കിൽ 10th ടേം കിട്ടും അല്ലേ? 1 കൊടുത്താൽ ഒന്നാം പദം, 2 കൊടുത്താൽ രണ്ടാം പദം, 10 കൊടുത്താൽ 10ാം പദം കിട്ടും n-ന്. അങ്ങനെ നമുക്ക് ഏത് പദവും കണ്ടെത്താം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ. ഞാൻ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പാർട്ടിൽ മെയിൻ സെഷൻസ്, അതായത് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള കാര്യം, ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യാൻ നമുക്കറിയാം, കോമൺ ഡിഫറൻസ് നേരിട്ട് കാണാൻ നമുക്കറിയാം, പൊതുവ്യത്യാസം കാണാൻ നമുക്കറിയാം, അതേപോലെ തന്നെ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദത്തിലേക്ക് പോകാൻ, ഓക്കെ, ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് ജമ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം കാണാൻ നമുക്കറിയാം. അത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 2 ടേംസ് ആണ് തരുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്കറിയാം. 2 പദങ്ങൾ തന്നാൽ പൊതുവ്യത്യാസം കാണാൻ നമുക്കറിയാം. അതേപോലെ തന്നെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ, ബീജഗണിത വാചകം രൂപീകരിക്കാൻ നമുക്കറിയാം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയാൽ സീക്വൻസ് ഫോം ചെയ്യാൻ നമുക്കറിയാം. ബീജഗണിത വാചകം തന്നാൽ ശ്രേണി രൂപീകരിക്കാൻ നമുക്കറിയാം. അങ്ങനെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്, സമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് എനഫ്. താങ്ക് യു ഓൾ.